വളരെ സത്യസന്ധമായി അദ്ദേഹം പ്രതികരിച്ചാണ്. സാധാരണക്കാരൻ്റെ പ്രതികരണമായിട്ട് സാധാരണക്കാരൻ്റെ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കാറ്. ആ രൂപത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലാതെ സർക്കാരിനെ വെട്ടിലാക്കാനോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിന് ഒരു കുഴപ്പമാകട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത്, അദ്ദേഹത്തിന് ഗവൺമെൻറ് ആശുപത്രിയിൽ ഡെങ്കി വന്നപ്പോൾ അദ്ദേഹം ചികിത്സിക്കാൻ പോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ചികിത്സയിൽ മരണത്തിലേക്ക് എത്തുകയായിരുന്നു. സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ അമൃതയിൽ പോയി 14 ദിവസം കിടന്നു, ബോധമില്ലാതെ കിടന്നു, അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവസാനം അദ്ദേഹം പറയുന്നത്. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിയാണ്. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകണമെന്നില്ല. ഒരു വലിയ ഗുരുതരാവസ്ഥയിൽ കിടന്നിരുന്ന അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറയുന്നു. അദ്ദേഹത്തിന് അമൃത ആശുപത്രിയിൽ ചികിത്സ തേടാൻ പറ്റുന്നു, 14 ദിവസം അവിടെ കിടക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ, ഒരു പാവപ്പെട്ടവന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ എന്നൊരു ചോദ്യം തിരിച്ചു വരാം. അങ്ങനെ ചോദ്യം തിരിച്ചു വരുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്നുണ്ടായ തെരുവിലെ സമരങ്ങൾ, എല്ലാ ജില്ലകളിലും നടന്ന UDFിൻ്റെയും BJPയുടെയും പ്രതിഷേധ സമരങ്ങൾ, അത് നല്ല സംഘർഷഭരിതമായ സമരം തന്നെയായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെക്കുറിച്ചും അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയതിനെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ എന്തൊരു വൈരുദ്ധ്യമാണെന്ന് സ്വാഭാവികമായൊരു ചോദ്യം വരും. ആ വൈരുദ്ധ്യം അവിടെ നിൽക്കുകയാണ്.